ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്ന കടകളാണ് ലുലുവിൻ്റെ അടുത്തുള്ളത്. അവിടെ ഒരു ഷോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് ആന്തൂറിയാണിത്. അതേപോലെ ഈ ചെടിയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഇതിൻ്റെ തന്നെ 2-3 കളറുകളൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട് 2-3 കളറ്. നല്ല വിലയാണ് ചെടികൾക്കൊക്കെ വരുന്നത്. ആന്തൂറിയൊക്കെ ഒടുക്കത്തെ വിലയാണ്. ഇതിൽ മുന്നേ 2-3 ചെടികളൊക്കെ വാങ്ങിച്ചിരുന്നത് ഇതേപോലെ പൂക്കൾ ഉണ്ടാവണത്. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും പൂക്കൾ ഉണ്ടാവാറില്ല. ഇവരോട് വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, അല്ലാതെ അങ്ങനെ പൂക്കൾ ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ നാട്ടിലുള്ള ചെടികൾ തന്നെയാണ്. നമ്മളിത് വീടിന് വെളിയിലാണ് നമ്മളിത് ഈ ചെടിയെല്ലാം ഉണ്ടാക്കാറ്. നല്ലവണ്ണം പൂവുണ്ടാവാറുണ്ട് നാട്ടിലൊക്കെ ആകുമ്പോൾ. ഇതിപ്പോൾ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് നമ്മൾ വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ആന്തൂറിയൊക്കെ വീട്ടിനകത്ത് ഇങ്ങനെ പൂക്കളുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇത് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും ഇങ്ങനെ പൂക്കൾ ഉണ്ടാവാനായിട്ട്. എന്താണേലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ആന്തൂറിയാണെങ്കിലും അതേപോലെ ഈ ഇലച്ചെടികൾ, ഇതൊക്കെ നാട്ടിലുള്ള ചെടികളാണ്. ഇതൊക്കെ നമ്മൾ വെളിയിലാണ് വെക്കാറ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ വീട്ടിനകത്ത് നന്നായിട്ട് ഉണ്ടാവുന്നു. അതേപോലെ ഈ ചെടി കണ്ടില്ലേ, ഇത് നാട്ടിൽ പുതുമഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിയിട്ട് താഴ്ന്ന് പൊട്ടിയിട്ടുണ്ടാവുന്ന ഒരു ചെടിയാണിത്. അതിൻ്റെ വിത്ത് താഴെ ഉണ്ടാവും. അത് തന്നെയാണ് ഇത് അടുത്ത മഴ വരുമ്പോഴും വീണ്ടും ഉണ്ടാവുന്നത്. അതിൻ്റെ 2 കളറുണ്ട്. ഇത് വൈറ്റ് ഉണ്ട്. ഇതൊക്കെ നാട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പുതുമഴയ്ക്ക് ഉണ്ടായി വരുന്നതാണ്. പിന്നെ കുറച്ച് നാൾ നിൽക്കും, വീണ്ടും അത് പോവും. അപ്പോൾ അതിൻ്റെ വിത്ത് താഴെ കിടന്നിട്ട് അത് നശിക്കുന്നില്ല. അപ്പോൾ അടുത്ത മഴയ്ക്ക് വീണ്ടും അത് പൊട്ടി മുളയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതും അതേപോലെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. ഈ റെഡ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പൂവ് എന്ന് പറഞ്ഞാൽ ഈ പൂവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറും ഇലയായിട്ട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട്. ആ റെഡ് പൂവ് കണ്ടതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്, യെല്ലോ കളറ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ അതേ പ്രൈസ് തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ ഈ പൂവുള്ളതൊക്കെ നമ്മൾ കണ്ട് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഈ പൂവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേറെ ഉണ്ടാവണമെന്നൊന്നുമില്ല. മുന്നേ ഞാൻ വാങ്ങിച്ചത് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ പൂവൊന്നുമില്ലാതെ വെറും ചെടി മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുക. അടുത്തതായിട്ട് വരുന്നത് മണി പ്ലാന്റ്സ് ആണ്. ഇതിന് മുന്നേ ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഉള്ളതെല്ലാം എൻ്റെ കയ്യിലുള്ളതാണ്. പിന്നെ ഇതേപോലെയൊക്കെ നല്ല ഭംഗിയിലൊക്കെ ഇങ്ങനെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ചെടികളൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് വീടുള്ളവർക്കൊക്കെ ഇങ്ങനെ ഭംഗിയിൽ സ്റ്റാൻഡൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അടുത്തതായിട്ട് ഇലച്ചെടിയാണ് വരുന്നത്. ഈ ഇലച്ചെടിയൊക്കെ നാട്ടിലുള്ളത് തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റാണ് ഇതിന് വരുന്നത്. നാട്ടിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ 1 കഷ്ണം 2 കഷ്ണമായിട്ടൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെയൊക്കെ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് 2-3 കളറുണ്ട്, ഇലച്ചെടി ഉണ്ട്. ഇതൊക്കെ നാട്ടിലുള്ളത് തന്നെയാണ്. ഈ ചെടിയൊക്കെ ഇതൊക്കെ ഒരുപാടായിട്ട് നാട്ടിൽ കാടായിട്ട് നിൽക്കുകയാണ്. അത്രയും ഉണ്ടാവും നാട്ടിലൊക്കെ. പൂക്കളുള്ള ചെടി പോലെയല്ല. പൂക്കളുള്ള ചെടിയാകുമ്പോൾ നമുക്ക് വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇലച്ചെടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്ഡോറും ഇൻഡോറൊക്കെ ആയിട്ട് നമുക്ക് വളർത്താം. ഇൻഡോറൊക്കെ ആയിട്ട് നന്നായിട്ട് വളർന്നു വരും. ഇലച്ചെടിയാണെങ്കിൽ പൂക്കളുള്ളതാണെങ്കിൽ നമ്മൾ പൂക്കളുടെ ഭംഗി നോക്കിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. പിന്നെ വെറും ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് വെറൈറ്റി ഇലച്ചെടികൾ വരുന്നുണ്ട്. ഒരുവിധം എല്ലാം നാട്ടിലുള്ള ഇലച്ചെടികൾ തന്നെയാണ്. നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ഇലച്ചെടികളാണ് ഇവിടെ വരുന്നത്. അവിടെ ആണെങ്കിൽ നല്ല റേറ്റാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കണതിന് തന്നെ ഇപ്പോൾ 2 ദിനാറൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തണുപ്പ് സീസണാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റേറ്റ് കുറവിൽ കിട്ടും. തണുപ്പ് സീസണാകുമ്പോൾ ചെറിയ പോട്ടിൽ വരും. 500 വിൽസിന് ചെറിയ തൈകളാക്കിയിട്ട് അവർ വിൽക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്രയും ചെറുത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊടുന്നിട്ട് വളർത്തി ഉണ്ടാക്കുക നല്ലത്. ഇത് 2 ദിനാറിനൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ്. ചിലപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അങ്ങ് ചീഞ്ഞു പോവും. അപ്പോൾ ഈ തണുപ്പ് സീസൺ വരുമ്പോൾ ഇവിടെയുള്ള ഈ അൾട്രായി ലുലുവിൻ്റെ അടുത്തുള്ള ഈ നഴ്സറിയിലൊക്കെ വെളിയിലായിട്ട് വിൽക്കാൻ വയ്ക്കും. ഇങ്ങനെ 500 വിൽസിനൊക്കെ ചെറിയ ചെറിയ തൈകളാക്കിയിട്ട് അവർ വിൽക്കാൻ വയ്ക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്തിയെടുത്താലും മതി. അത് നല്ലതാണ്. പിന്നെ ചെടികളൊക്കെ ഇഷ്ടമുള്ളവർ ഇവിടുത്തെ ആൾക്കാരാണെങ്കിലൊക്കെ അങ്ങനെ പൈസ ഒന്നും നോക്കാതെ തന്നെ അവർ ഒരുപാട് ചെടികളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്.